ക്രിസ്തുമസിന്റെ ഒത്തുചേരലുകളിൽ ഏറ്റവും ആർദ്രവും അതുകൊണ്ട് തന്നെ മനോഹരവുമായ ഒരു ഒത്തുചേരലാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കല ഒരുക്കിയ വ്യത്യസ്തമായ ക്രിസ്തുമസ് വിരുന്ന്. കലാപനാളുകളിൽ മണിപ്പൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന 17 വിദ്യാർത്ഥികളാണ് ക്രിസ്മസ് ദിനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സ്നേഹവിരുന്നിൽ പങ്കെടുത്തത്. സ്നേഹദൂതൻ ഭൂമിയിൽ അവതരിച്ച ദിനമായ ക്രിസ്മസിന്റെ മഹത്തായ സ്നേഹസന്ദേശം പകർന്ന് മനോഹരമായ സ്നേഹവിരുന്നാണ് ഇവർക്ക് വേണ്ടി ഒരുക്കിയത്. കലാപനാളുകളിൽ മണിപ്പൂരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ബാംഗ്ലൂരിൽ കഴിയുന്ന ഇവരുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിരുന്നു. ഭയത്തിന്റെയും വെറുപ്പിന്റെയും നാളുകളിൽ മനസ്സ് കലങ്ങിയ നിഷ്കളങ്കരായ 17 കുട്ടികൾക്ക് കേരളമൊരുക്കിയ സാന്ത്വനത്തിന്റെ പുൽക്കൂട് വേറിട്ട അനുഭവമായി. ഭയം നിറയും കണ്ണുകളിൽ വീണ്ടും സ്നേഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തിളക്കം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ ഭാഗമെന്നാണ് ചടങ്ങിനെ സംഘാടകർ വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ, ഡോക്ടർ SS ലാൽ, പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി, EM രാധ, പിന്നണി ഗായിക രാജലക്ഷ്മി, കിഷോർ ബാബു തുടങ്ങിയ പ്രമുഖരും കുട്ടികൾക്ക് സ്നേഹം പകരാനെത്തി. കല എന്ന സാംസ്കാരിക സംഘടനയുടെ മനോഹരമായ ഈ ഒത്തുചേരലിന് ലാലു ജോസഫ്, അഭിറാം, പ്രവീൺ, സുഭാഷ്, എബിച്ചായൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദിവ്യകാരുണ്യ മിഷൻ ഡയറക്ടർ ഫാദർ ഇഗ്നാസി രാജശേഖരൻ, ഐഫക് ഡയറക്ടർ ഫാദർ ബേബി ചാലിൽ, ഗോത്ര ഡയറക്ടർ ബ്രദർ പീറ്റർ, ദിവ്യകാരുണ്യ മിഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് നിർമ്മല കരുണ എന്നിവരും സംഘാടനത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു.